എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരിസ് അമീറലി. ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഒരു വിമാനയാത്രയുടെ വിശേഷമാണ് പറയാനുള്ളത്. അതായത് മരണം മുന്നിൽ കണ്ട വിമാനയാത്ര. നമ്മളെല്ലാം പലപ്പോഴും യാത്രകൾ ചെയ്യുന്നവരാണ്. യാത്രകൾ നമ്മൾ പല ബിസിനസ് ആവശ്യങ്ങളാവാം, ചിലപ്പോൾ ടൂറാവാം, പല ആവശ്യങ്ങൾക്കാവാം. അത് ഏത് വാഹനങ്ങളായിക്കോട്ടെ. പക്ഷെ ആ യാത്രക്കിടയിൽ നമ്മൾ ഇനി അടുത്ത മൊമെന്റ് നമ്മൾ ഉണ്ടാവില്ല എന്നുള്ളൊരു സാഹചര്യം വന്നാലോ, അല്ലെങ്കിൽ നമ്മുടെ മരണം നമ്മൾ മുമ്പിൽ കാണുന്ന ഒരവസ്ഥ നമ്മൾ എങ്ങനെയായിരിക്കും ഫേസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. എന്നല്ലതല്ല, ഞാൻ നേരിട്ട ഒരു അനുഭവമാണ് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വിമാനയാത്ര എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം നിങ്ങൾ കാണുന്നതാണ് പല രാജ്യങ്ങളിലേക്കുള്ള യാത്രകളിലെല്ലാം തന്നെ സർവ്വസാധാരണമായിട്ട് വേറെ ഓപ്ഷനുകളില്ല വിമാനയാത്ര. ഞാനത് ശരിക്കും എൻജോയ് ചെയ്യാറുണ്ട്. ഓരോ യാത്രകളും പലരും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഇത് ബോറടിക്കുന്നില്ലേ എന്നൊക്കെ. ഓരോ യാത്രയും ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ആ സാഹചര്യങ്ങൾ, ഇപ്പോൾ എയർപോർട്ടുകളാണെങ്കിൽ അവിടുത്തെ ആളുകൾ ഓരോ യാത്രയിലും വ്യത്യസ്തമായിട്ടുള്ള ആളുകളായിരിക്കും. അവരുടേതായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്. അപ്പോൾ വായിനോട്ടം എന്ന് പറയരുത്, പല രാജ്യത്തു നിന്നുള്ള പലരുടെയും ആറ്റിറ്റ്യൂഡുകൾ, കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാനുണ്ടാവും. അത് നമ്മൾ ട്രെയിൻ യാത്രയിലായാലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. നിങ്ങളിപ്പോൾ ഡെയിലി ട്രെയിനിൽ ജോലിക്ക് പോയി വരുന്നവരൊക്കെ ആയിക്കോട്ടെ, നിങ്ങളൊന്ന് ഓരോ സ്റ്റേഷനുകളും ആ വണ്ടികളിൽ കയറുന്ന ആൾക്കാർ ഇറങ്ങുന്നവരൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അത്തരം വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. അതുപോലെ ഒരു ഷോപ്പിംഗ് മാളിലായിക്കോട്ടെ, നിങ്ങൾ ഓരോ വിസിറ്റിലും അവിടെ വരുന്നു പോകുന്നവരൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനൊക്കെ പറ്റും. അപ്പൊ അതുപോലെ ഒരു യാത്രയിൽ ഞാൻ നേരിട്ട ഒരു വളരെ വിഷമകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. വിഷമകരം എന്നല്ല, നമ്മള് ഈ ഭൂമിയിൽ ജനിച്ചാൽ ഒരു ദിവസം മരണം എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണത്. ജീവനുള്ള ഏതൊരുത്തനും മരണത്തിന്റെ രുചി അറിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ ഇനി ഒരുപാട് വളച്ചിട്ടില്ലാതെ പറയാം. അതിനോടൊപ്പം തന്നെ പറ്റ ഓരോ യാത്രകളും ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. അതായത് ആകാശങ്ങളുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപമാറ്റങ്ങൾ, മേഘങ്ങൾ, അതുപോലെ ഒരുപാട് സൂര്യാസ്തമയം, ഉദയം, ഇതൊക്കെ ശരിക്കും, അതുപോലെ രാത്രികാല കാഴ്ചകളൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ഈ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണത്. വർഷങ്ങൾക്ക് മുമ്പെന്ന് പറഞ്ഞാൽ എനിക്ക് റോയൽ സ്കൈ ഹോളിഡേസ് പോലെ തന്നെ ബുഹാരി മാൻ പവർ സർവീസസ് എന്നുള്ളൊരു സ്ഥാപനം കൂടി ഉണ്ട്. അതായത് നമ്മൾ ടൂറിനോടൊപ്പം തന്നെ ബുഹാരി മാൻ പവർ സർവീസസിൽ നമ്മൾ ചെയ്യുന്നത് റിക്രൂട്ട്മെന്റ് ആണ്. ഗൾഫ് കൺട്രീസിലേക്ക് വേണ്ട ജോലിക്കാർ, അതായത് വിദഗ്ധ സ്കിൽഡ് ആൻഡ് സ്കിൽഡ് വർക്കേഴ്സിനൊക്കെ നമ്മൾ വിടുന്നുണ്ട്. അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുള്ള മറ്റൊരു വീഡിയോസ് ഞാൻ തയ്യാറാക്കുന്നതായിരിക്കും. അപ്പൊ അതിനോടൊപ്പം തന്നെ ഈ വീഡിയോ കാണുന്നതിൽ വിദേശത്ത് ആരെങ്കിലുമൊക്കെ പല കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കാറ്റഗറി ആൾക്കാരൊക്കെ ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഇന്ത്യയുടെ ഏത് ഭാഗത്തു നിന്നും വേണ്ട ഏത് കാറ്റഗറി, വൈറ്റ് കോളർ ആയാലും ബ്ലൂ കോളർ ആയാലും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നേരെ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇതിന്റെ കഥയുടെ ഇടയിൽ പ്രമോഷൻ ചിന്തിക്കേണ്ട, പറഞ്ഞപ്പോൾ കൂടെ കാര്യം പറഞ്ഞതാണ്. അപ്പൊ അത് പ്രകാരം നമ്മളെ സംബന്ധിച്ചുള്ള നമ്മുടെ നാട്ടില് ധാരാളം വർക്കേഴ്സ്, നമ്മൾക്ക് അറിയാം, ഇപ്പൊ നാട്ടിലെങ്ങും ബയ്യന്മാരാണത്. UP, ബീഹാർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന, കൽക്കട്ട സൈഡിൽ നിന്നൊക്കെ വരുന്ന ബയ്യന്മാരാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും അധികം വർക്ക് ചെയ്യുന്നത്. അപ്പൊ അത് പ്രകാരം ദുബായിയുടെ ഒരു വർക്കിന് വേണ്ടിയിട്ട് ഒരു 200ഓളം വർക്കേഴ്സിന് ആവശ്യം വന്ന ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഒന്ന് പാറ്റ്നയിൽ പോയി. ഇപ്പൊ സാധാരണ നമ്മുടെ പയ്യന്മാർ ഇവിടെ വന്ന് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവരവിടെ പോയി എടുക്കും, ബൾക്ക് റിക്വയർമെന്റ് ഒക്കെ ആകുമ്പോൾ. അപ്പൊ അതൊരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഞാൻ പാറ്റ്നയിലേക്ക് ചെന്നു. നമ്മൾ കൊച്ചിയിൽ നിന്ന് ഡൽഹി വഴി പാറ്റ്നയിൽ നിന്ന് ഒരു 5-6 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് ശിവാൻ, ദോരിയ, ഗോപാൽഗഞ്ച്, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലൊക്കെ പോയി ഇന്റർവ്യൂസ് എല്ലാം കണ്ടക്ട് ചെയ്ത് തിരിച്ചു വരുമ്പോഴാണ്, തിരിച്ച് കൊച്ചിയിലേക്കുള്ള യാത്രയിലാണ് ഞാനിപ്പോ ഈ പറഞ്ഞ ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായത്. പാറ്റ്ന എയർപോർട്ടിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രയിലാണ് ഈ സംഭവം. അപ്പൊ ഒരാഴ്ച നീണ്ട ഇന്റർവ്യൂവിനൊക്കെ ശേഷം രാവിലെ തന്നെയുള്ള ഫ്ലൈറ്റ് 8:20 ഗോ എയർ ഫ്ലൈറ്റ് ആണ്. പാറ്റ്നയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്കാണ് എൻ്റെ യാത്ര. അപ്പൊ അത് പ്രകാരം രാവിലെ തന്നെ എയർപോർട്ടിലെത്തി. അറിയാലോ UP, ബീഹാറിലെ റോഡുകളുടെ അവസ്ഥ, മറ്റു കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് പാറ്റ്ന പോലുള്ള സിറ്റികളിലൊക്കെ ഹെവി ട്രാഫിക് ആണ്. അപ്പോൾ അതിരാവിലെ തന്നെ എത്തി, കുറച്ച് ദീർഘദൂരം യാത്ര ചെയ്ത് എയർപോർട്ടിലെത്തി. അതുപോലെ 8:20 കറക്റ്റ് ടൈമിൽ തന്നെ ഗോ എയർ ടേക്ക് ഓഫ് കഴിഞ്ഞ ഉടനെ തന്നെ ഫ്ലൈറ്റിലൊരു അനൗൺസ്മെന്റ് വരെയാണത്. വിമാനം പക്ഷീനെ ഇടിച്ചിട്ടുണ്ട്. അത് പ്രകാരം എൻജിൻ ഫെയിലിയർ വാർണിംഗ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ എമർജൻസി ലാൻഡിംഗ് ആണെന്നുള്ളത്. എമർജൻസി ലാൻഡിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഗോയർ നിങ്ങൾക്കറിയാം, വലിയ ബോയിങ് ഫ്ലൈറ്റ് ആണ്. ഈ ഫുൾ ഫ്യൂവലില് തിരിച്ചുകൊണ്ട് ഇറക്കുമ്പോൾ ഉണ്ടാവുന്ന എല്ലാ റിസ്ക്കും, സാധാരണ വിമാനം കുറച്ച് ഓടിയതിനൊക്കെ ശേഷം ഫ്യൂവലൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു സാഹചര്യമാണിത്. ഫുൾ ഫ്യൂവലിൽ കൊണ്ട് ഇറക്കുമ്പോൾ ഉള്ള ഒരു റിസ്ക് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അത് യാത്ര ചെയ്തവർക്കും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം. അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് വീണ്ടും വിമാനം ലാൻഡ് ചെയ്യണത്. ടേക്ക് ഓഫ് കഴിഞ്ഞ ഒരു 20 മിനിറ്റിനകം തിരിച്ച് പാറ്റ്ന എയർപോർട്ടിലേക്ക് തിരിച്ചുകൊണ്ട് ഇറക്കുന്ന ആ ഒരു മൊമെന്റ് ആണ് മരണം നമ്മളെ മുമ്പിൽ കണ്ടത്. അടുത്ത നിമിഷം നമ്മൾ ഇനി ഉണ്ടാവോ എന്ന് പോലും നമുക്കറിയാത്ത ഒരു സാഹചര്യം.
അനൗൺസ്മെന്റ് വന്ന ഉടനെ ഫ്ലൈറ്റിൽ സ്ത്രീകളൊക്കെ കരച്ചിലൊക്കെ തുടങ്ങി ഭയങ്കരമായിട്ട്. പലരും വലിയ ശബ്ദത്തിലൊക്കെ പ്രാർത്ഥനകളൊക്കെ ഉരുവിടുന്നുണ്ട്, പലരും കരയുന്നുണ്ട്. അധികം കരച്ചിലാണത്. മറ്റുള്ളവർ കരയുമ്പോൾ നമ്മളുടെയും കൂടിയും ഉള്ള ധൈര്യം നമ്മൾ ചോർന്നു പോവുകയാണിത്. സത്യം പറഞ്ഞാൽ ആ തിരിച്ച് ഈ വിമാനം ടേക്ക് ഓഫിന് ലാൻഡിങ്ങിന് വേണ്ടിയിട്ട് റൺവേയിലേക്ക് അടുക്കും തോറും ഉള്ളിൽ വരുന്ന, കാരണം ഓരോ മൊമെന്റ്സും നമ്മുടെ ഇതിൽ നിന്ന് പോവുകയാണിത്. ഇനി നമ്മൾ അടുത്ത സെക്കൻഡിൽ ഉണ്ടാവോ എന്നുള്ളൊരു ടെൻഷൻ. എത്രയൊക്കെ ധൈര്യം സംഭരിച്ചിട്ട് അത് പിടിച്ചു നിർത്താൻ ശ്രമിച്ചാലും മറ്റുള്ളവരെ കരച്ചിലും മറ്റൊക്കെ നമ്മൾ ഫിലിമിലൊക്കെ തന്നെ ഒരു സാഡ് സോങ് ഒക്കെ വരുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ഗസൽ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന പോലെ ഈ കരച്ചിലുകളും ഇതെല്ലാം കൂടിയിട്ട് നമ്മളങ്ങോട്ട് മൊത്തം അങ്ങോട്ട് തളർത്ത എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ തീർത്തും തളർന്നു പോയി എന്നുള്ളതാണ്. എന്റെ മനസ്സിലേക്ക് ആ മരണം മുമ്പിൽ കണ്ട മൊമെന്റിൽ എന്റെ മനസ്സിലേക്ക് ഓടി വന്നത്, നിങ്ങൾ എന്താണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്, എൻ്റെ മക്കളുടെ മുഖങ്ങളായിരുന്നു. ഞാൻ ചിന്തിച്ചത് എൻ്റെ മനസ്സിൽ, ഞാനൊരു വേദോപദേശമായിട്ട് നിങ്ങൾ കാണരുത്, എൻ്റെ ഒരു അനുഭവമാണ് എൻ്റെ പ്രേക്ഷകരോട് പറയുന്നത്. ഞാൻ അന്ന് തന്നെ ഞാൻ യാത്ര പുറപ്പെട്ടിട്ട് ഒരു 6-7 ദിവസത്തോളം ആയിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് വീട്ടിലാകെ 4 ദിവസം നിന്നത് വീണ്ടും അതിന് മുമ്പുള്ള ഗുജറാത്ത് സൈഡിലെ യാത്രകളായിരുന്നു, മറ്റൊരു കമ്പനിയുടെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട്. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ കണ്ടത്, എന്റെ മക്കൾക്ക് ഞാൻ സമയം കൊടുത്തില്ലല്ലോ. എന്റെ മക്കളുടെ മുഖങ്ങളാണ് എന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. എന്റെ മക്കള് എന്നോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ വന്നിട്ടും പലപ്പോഴും അവിടെ പോകണം പപ്പ ഇവിടെ പോകണം അങ്ങനെ പല ആവശ്യങ്ങൾ പറഞ്ഞിട്ടും എനിക്ക് അവരോടൊപ്പം ഈ ബിസിനസ് തിരക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സമയം കൊടുത്തില്ലല്ലോ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചോളം. മറ്റു പലരുടെ മനസ്സിൽ പല സന്ദർഭങ്ങളായിരിക്കും വരുന്നത്, എന്റെ മനസ്സിലേക്ക് വന്നത് എന്റെ മക്കളുടെ മുഖം. സത്യം പറഞ്ഞാൽ ആ ഒരു മൊമെന്റിൽ, അപ്പോൾ എമർജൻസി ലാൻഡിങ് ആകുമ്പോൾ അവർ പറയുന്നുണ്ട് ഫ്രണ്ട് സീറ്റിൽ കൈ വെച്ചിട്ട് പിടിച്ചിട്ടിരിക്കുക. നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ അറിയാം, നമ്മളെ ഫ്രണ്ടിലുള്ള ഒരു എന്താ പറയുക അപകടമൊക്കെ ഉണ്ട്, വെള്ളത്തിൽ ഇറങ്ങണമെങ്കിൽ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കാണിച്ചിട്ടുള്ള ബോർഡ് ഉണ്ടാവും. നമ്മളത് സാധാരണ അവഗണിക്കാറ് പതിവ്. പക്ഷെ ഇത്തരം മൊമെന്റുകളിൽ നമുക്കത് കറക്റ്റായിട്ട് വളരെ യൂസ്ഫുൾ ആണെന്നുള്ളതാണ്. കാരണം അവർ കൃത്യമായിട്ട് അനൗൺസ് ചെയ്യും, അതെടുത്ത് നോക്കണം, അതുപോലെ ചെയ്യണം എന്നൊക്കെ ഉള്ളതെല്ലാം തന്നെ. അപ്പോൾ അങ്ങനെ പഠിച്ചിരിക്കുന്ന ആ മൊമെന്റിലും സത്യം പറഞ്ഞാൽ ഞാൻ കരയായിരുന്നു എൻ്റെ മനസ്സിൽ. കാരണം ഇനി എൻ്റെ മക്കളെ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ, എൻ്റെ വേണ്ടപ്പെട്ടവരെ കാണാൻ പറ്റില്ലല്ലോ. അവിടെ ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല എൻ്റെ മനസ്സിലേക്ക് വന്നത്. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരിതാണ്. ഇപ്പോഴത് ഓർക്കുമ്പോൾ നെഞ്ചില് ഒരു 19 കിലോന്റെ ഭാരം കല്ല് കയറ്റി വെച്ച പോലത്തെ ഒരു വേദനയാണ് വരുന്നത്. അങ്ങനെ വിമാനം റൺവേയിലേക്ക് അടുക്കുന്നു. ഓരോ മൊമെന്റും നെഞ്ചിടിപ്പോടെ, അതായത് നെഞ്ചിടിക്കാന്ന് പറഞ്ഞാല് നമുക്കത് വലിയൊരു 100 കിലോന്റെ വലിയ ചുറ്റിക വെച്ചിട്ട് നെഞ്ചിലടിക്കണ പോലത്തെ അത്ര വേണ്ടിയില്ല. ഓരോ മൊമെന്റും റൺവേയിലേക്ക് ടച്ച് ഡൗൺ ചെയ്യാനായിട്ടൊക്കെ വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇത് പറയുമ്പോൾ ഇതിനോടൊപ്പം ചില ഇതുകൾ ഈ കാഴ്ചക്ക് വേണ്ടിയിട്ട് ഞാനിത് കാണിക്കുമ്പോൾ ഇത് ഞാൻ ഈ അടുത്തിടെ എന്റെ വിശാഖപട്ടണത്തിൽ നിന്ന് ഹൈദരാബാദ് യാത്രയിൽ ഞാനെടുത്ത ഒരു ATR ഫ്ലൈറ്റിന്റെ വിൻഡോയിലൂടെ ഞാനെടുത്ത വിഷ്വലാണ് നിങ്ങളിപ്പോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അന്ന് പാറ്റ്ന സിറ്റിയുടെ മുകളിലൂടെ ഈ ഗോയർ ആ റൺവേയിലേക്ക് പറന്നിറങ്ങണത് അടുത്ത നിമിഷത്തില് ഒരു തീഗോളമായിട്ട് മാറുമ്പോ എന്താണ് സംഭവിക്കുന്നത് ഒക്കെ എന്തും നേരിടാനുള്ള തയ്യാറെടുപ്പില്ല. നമ്മൾ തളർന്നു കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ മൊമെന്റിലിരുന്ന് അവരുടെ കരച്ചിലോടൊപ്പം എന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണത്. പക്ഷെ വിമാനം സുരക്ഷിതമായിട്ട് റൺവേയിൽ ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അധികം നമ്മൾ സാധാരണ ഒന്ന് ഇറങ്ങണവര് ഇറങ്ങി ഓടി കുറെ ദൂരം ഓടി ശാന്തമായിട്ടല്ല നിന്നത്. ഇറങ്ങലും ഒരല്പം ഓടുമ്പോഴേക്കും ബ്രേക്ക് ചെയ്യലും ഒക്കെ കഴിഞ്ഞു. അങ്ങനെ അന്ന് അവിടെ നിന്ന് എന്താ പറയാ ലാൻഡ് ചെയ്ത് വിമാനം നിന്ന് ഇറങ്ങാനുള്ളത് കിട്ടുമ്പോഴാണ് എല്ലാവരുടെയും വലിയൊരു നെടുവീർപ്പുകളും കാര്യങ്ങളും. അന്ന് ആദ്യമായിട്ടാണ് വിമാനത്തിന്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആലിംഗനം ചെയ്യണത്. സാധാരണ പെരുന്നാളുകൾക്കൊക്കെ ഈദിനൊക്കെ നമസ്കാര ശേഷമൊക്കെ ഈദ് മുബാറക്ക് കെട്ടിപ്പിടിക്കുന്ന പോലെ ഫ്ലൈറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും ആലിംഗനം ചെയ്ത ഒരു കാഴ്ച എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു അനുഭവം. പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇത്രത്തോളം രൂക്ഷമായിട്ടുള്ളൊരു അനുഭവം അല്ല, ഇത്രയും റിസ്കിൽ വന്നിട്ട് ലാൻഡ് ചെയ്യണത് ആദ്യമായിട്ട്. പക്ഷെ പലപ്പോഴും കൊച്ചിയിലൊക്കെ മുമ്പ് ഒരിക്കൽ എയർ ഇന്ത്യ ലാൻഡിങ്ങിന് വേണ്ടി താഴ്ന്നു വന്നിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് റൺവേ കാണാത്ത നല്ല കാറ്റുമഴയുള്ള സമയത്ത് തിരിച്ച് അങ്ങനെ തന്നെ ടേക്ക് ഓഫ് ചെയ്ത അവസ്ഥകളും, പിന്നെ പലപ്പോഴും മുമ്പ് കിങ് ഫിഷറൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരിക്കൽ ടേക്ക് ഓഫിന് ശേഷം AC വർക്ക് ചെയ്യാണ്ട് എന്നുണ്ട് തിരിച്ചിറക്കിയതും അങ്ങനത്തെ പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പാറ്റ്ന എയർപോർട്ടിലെ ഈ ഒരു സംഭവം എനിക്ക് തന്ന ഒരു തിരിച്ചറിവ്. അതിനുശേഷം എനിക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെ ഞാൻ എൻ്റെ മക്കളോട് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോടൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ള സമയം ഞാനായിട്ട് മാറ്റി വെക്കാറില്ല. അതായത് മറ്റു കാരണങ്ങൾ പറഞ്ഞാൽ ഈ തിരക്കൊന്നും പറഞ്ഞ് മാറ്റി വെക്കാറില്ല. അപ്പോൾ എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവര്,
നമ്മൾക്ക് ബിസിനസ്സും ജോലിയും പൈസയും എല്ലാം ആവശ്യമാണ്. പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ടവരോട് അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കേണ്ട സമയം, അത് ഭാര്യ, മക്കള്, നമ്മുടെ അച്ഛൻ, അമ്മ, നമ്മുടെ കുടുംബാദികൾ, സുഹൃത്തുക്കൾ, എല്ലാവർക്കും നമ്മൾ കൊടുക്കേണ്ട, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നിവർത്തി ഒരു 5 മിനിറ്റ് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബാദികൾക്ക്, നമ്മുടെ മക്കൾക്ക് ഒക്കെ നമ്മൾ കൊടുക്കേണ്ട സമയം നമ്മൾ പരമാവധി കൊടുക്കാൻ ശ്രമിക്കണം. ആ ഒരു മൊമെന്റിൽ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് അതാണ്. അന്ന് ഞാൻ ഒരാഴ്ചയോളം ഞാൻ യാത്ര ചെയ്തെടുത്ത ബയോഡാറ്റകൾ, പാസ്പോർട്ടുകൾ, അതുപോലെ അതുവരെ ചെയ്തു വെച്ചിരുന്ന വർക്കുകൾ, കിട്ടാനുള്ള പ്രൊജക്റ്റുകളൊന്നും എൻ്റെ മനസ്സിലേക്ക് വന്നില്ല. എൻ്റെ മനസ്സിൽ വന്നത് എൻ്റെ മക്കള്, ഞാൻ അവർക്ക് സമയം കൊടുത്തില്ലല്ലോ എന്നുള്ളൊരു വിഷമം വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും എൻ്റെ ഒരു അനുഭവത്തിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് സമയം കൊടുക്കാനും മറ്റുമൊക്കെ 1 മിനിറ്റെങ്കിലും എക്സ്ട്രാ പറ്റുമെങ്കിൽ ഞാൻ ഈ വീഡിയോ കൊണ്ട് കൃതാർത്ഥനായി. മറ്റ് യാത്രാ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് വരാനുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മുടെ തായ്ലൻഡ് സീരീസ് വീഡിയോ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനലിൽ തായ്ലൻഡിലെ വീഡിയോ, അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം സുജിത് ഭക്തൻ വന്ന സമയത്ത് വന്ന വീഡിയോസ് ഞാനും സുജിത്തും ചേർന്നുള്ളതെല്ലാം തന്നെ ടെക് ട്രാവലിറ്റിൽ നടക്കുന്നുണ്ട്. അപ്പൊ അത് കാണുക. ഇനി രസകരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ, ഒരു പുതിയ രാജ്യത്തിന്റെ കാഴ്ചകളൊക്കെ വരാനുണ്ട് കേട്ടോ. അത് സർപ്രൈസ് ആണ്, ഞാനിപ്പോ പറയുന്നില്ല. അപ്പൊ എല്ലാവരും ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇതുവരെ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾ തന്ന സപ്പോർട്ടിന് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി. ഇനി നല്ല കുക്കിംഗ് വീഡിയോസും മറ്റൊക്കെ വരുന്നുണ്ട്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.